അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഇന്നലെ മാസപ്പിറവി ദൃശ്യമാകാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ദുൽഖഅദ 30 പൂർത്തിയാക്കിയിട്ട് ഇന്ന് മഗ്‌രിബോടുകൂടെയാണ് ദുൽഹിജ്ജ ഒന്നാമത്തെ രാവ് ആരംഭിച്ച് നാളെ ദുൽഹിജ്ജ ഒന്നാണെന്ന് നമുക്കൊക്കെ അറിയാം. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസം എന്ന് പറയുന്നത് അറബിക് കലണ്ടർ പ്രകാരം ഒരു വർഷത്തിലെ തന്നെ അവസാനത്തെ മാസമാണ്. ഇനിയൊരു പുതുവർഷത്തിലേക്കാണ് നമുക്ക് പ്രവേശിക്കുന്നത്. ദുൽഹിജ്ജയെ സംബന്ധിച്ചിടത്തോളം വലിയ പവിത്രതയുള്ള ദിവസങ്ങളാണ് കടന്നു വരുന്നത്. പ്രത്യേകിച്ച് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ എന്ന് പറയുന്നത് ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വളരെ പവിത്രമേറിയ ദിനങ്ങളാണ്. മഹാനരായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തൊട്ടൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ദുൽഹിജ്ജ 10 ഓരോ ദിവസവും 1000 ദിവസത്തിന് തുല്യമാണെന്ന് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാവുന്നതാണ്. അത്രയും പവിത്രമേറിയ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ പവിത്രമായ ദിനരാത്രങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ചില മാറ്റങ്ങളുണ്ട്. നമ്മൾ ചൊല്ലേണ്ടുന്ന ചില പ്രധാനപ്പെട്ട ദിക്റുകളുണ്ട്, ദുആകളുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ഇനി ഇതുപോലൊരു ദുൽഹിജ്ജ മാസം നമുക്കുണ്ടാകുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. ഇനി ഇതുപോലൊരു ദുൽഹിജ്ജയിലേക്ക് ആയുസ് കിട്ടണമെന്ന് പ്രതീക്ഷിച്ച് കഴിഞ്ഞിരുന്ന എത്രയോ ആളുകളുണ്ട്. ഒരു പിടി മോഹങ്ങളുമായി അവർ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയി. പ്രിയമുള്ളവരെ, അവരൊക്കെ ഇന്ന് 6 അടി മണ്ണിലാണ്. അവർക്ക് ഈ ദുൽഹിജ്ജയിലേക്ക് ആയുസ് പോലും നീട്ടിക്കിട്ടിയില്ല. സാധുക്കളായ നമുക്കൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല ആയുസ് നീട്ടി നൽകിയതുകൊണ്ട് കൃത്യമായിട്ടത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമുക്ക് പൂർണ്ണമായ വിജയം സാധ്യമാകുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കത് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ടി വരുന്നത്. അതേപോലെ തന്നെ പലരും ചൊവ്വല്ലാത്ത ദിവസങ്ങൾ നമ്മൾ ചൊവ്വാഴ്ച മാത്രമേ ഇവിടെ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ബുക്ക് ചെയ്ത് മാത്രം ചൊവ്വാഴ്ച വരിക എന്നുള്ളത് അറിയിക്കുകയാണ്. ദുൽഹിജ്ജ മാസവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊക്കെ അറിയാം, ദുൽഹിജ്ജ മാസം എന്നുള്ളത് മറ്റു മാസങ്ങളെക്കാളും അതിനുള്ളൊരു പവിത്രത യഥാർത്ഥത്തിൽ ആ ദുൽഹിജ്ജ എന്ന പേരിലുള്ളതുപോലെ തന്നെ ഹജ്ജ് കർമ്മം നടക്കുന്നത് ദുൽഹിജ്ജ മാസത്തിലാണ് എന്നുള്ളതാണ്. മറ്റുള്ള മാസങ്ങളിലൊക്കെ എല്ലാ അമലുകളും നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് സങ്കല്പിക്കാം. നിസ്കാരം നമുക്ക് ചെയ്യാം, നോമ്പ് നമുക്ക് ചെയ്യാം, സക്കാത്ത് നമുക്ക് കൊടുക്കാം, അതേപോലെ തന്നെ എല്ലാ കർമ്മങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഹജ്ജ് കർമ്മം നമുക്ക് ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ദുൽഹിജ്ജ മാസത്തിൽ വിശുദ്ധ ഇസ്ലാമിലെ എല്ലാ പ്രധാനപ്പെട്ട കർമ്മങ്ങളും കൂടെ ഒരുമിച്ച് കൂടുന്ന വളരെ പവിത്രമേറിയ മാസമാണ്. ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന വളരെ പവിത്രമേറിയ സമയമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഹദീസ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഏറ്റവും ഇഷ്ടം അമല് ചെയ്യുന്നത് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളിലാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ സ്വഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, വലൽ ജിഹാദു ഫീ സബീലില്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ ധർമ്മസമരം നടത്തി യുദ്ധം ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, ത്യാഗങ്ങൾ സഹിച്ച് കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് യുദ്ധം ചെയ്യുന്നവർ, ആ യുദ്ധം ചെയ്യുന്നവരെക്കാളും പ്രതിഫലം പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ 10 ദിനങ്ങളിലുള്ള അമലുകൾക്കുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുന്നത് അങ്ങനെ തന്നെയാണ്. അതെ, അങ്ങനെയുണ്ട്, അതിനേക്കാളും ഫലമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒഴിവാക്കിയത് ഒരാൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയി, അങ്ങനെ യുദ്ധം ചെയ്യുന്നതിനിടയ്ക്ക് ഷഹീദായി പിന്നെ തിരിച്ചു വന്നില്ല, ആ രൂപത്തിലാണെങ്കിൽ അവരിതിൽ നിന്ന് ഒഴിവാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നോക്കൂ, നിങ്ങൾ ഏതാണ് ഒഴിവാക്കിയത്, എങ്ങനെയാണ് അതിൻ്റെ മഹത്വം എന്നൊക്കെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ആ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കൃത്യമായി ബോധ്യപ്പെടും. പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ ഏതെങ്കിലും ഒരു ചെറിയ അമലിന്. അപ്പോൾ നിങ്ങൾ നോക്കൂ, ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലെ സൂറത്തുൽ ഇഖ്ലാസ് ആരെങ്കിലും പാരായണം ചെയ്യുകയാണെന്ന് സങ്കല്പിക്കുക, എത്ര വലിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത്. അവൻ ഏത് അമലുകൾ ചെയ്യുന്നതിനേക്കാളും നമ്മുടെ വേണ്ടപ്പെട്ടവരൊക്കെ ഹജ്ജിൻ്റെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ ഭൂമികളിലാണ്.
അവർ ചെയ്യുന്ന അമലുകളോളം കിടപിടിക്കുന്നതിനേക്കാളും പ്രതിഫലം ലഭിക്കുന്ന വലിയ പുണ്യകരമായ അമലാണ് ഒരു സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 രാത്രികളിലെ 10 പകലുകളിലൊക്കെ ചൊല്ലുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, 10 ദിവസത്തിനേക്കാൾ ഇബാദത്തിന് അള്ളാഹു ഇഷ്ടപ്പെടുന്ന മറ്റു ദിവസങ്ങളില്ല. അതിൽ ഒരു പകൽ നോമ്പനുഷ്ഠിച്ചാൽ ഒരു വർഷത്തെ നോമ്പിന് തുല്യമാണ്. അതിൽ ഒരു രാത്രി നിന്ന് നിസ്കരിച്ചാൽ ലൈലത്തുൽ ഖദ്ർ നിസ്കരിച്ചതിന് തുല്യമാണ്. ഇത് തുർമുദിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് റളിയല്ലാഹു അൻഹു. വളരെ പവിത്രമേറിയ ദുൽഹിജ്ജയിലെ വളരെ ശ്രേഷ്ഠമേറിയ ദിനങ്ങളും പകലുകളൊക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മൾ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ നിസ്കാരങ്ങൾ പലപ്പോഴും നമുക്ക് സമയത്തിന് നിസ്കരിക്കാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും പവിത്രമേറിയ ദിവസങ്ങൾ നമ്മിലേക്ക് വരുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ കരുതേണ്ടത് ദുൽഹിജ്ജ 1 മുതൽ നോമ്പെടുക്കുന്ന ഒരുപാട് ഉപ്പമാരൊക്കെ ഉണ്ട്. വലിയ ബറക്കത്ത് ലഭിക്കാൻ കാരണമാകും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ തൊട്ട് അവിടുത്തെ പത്നിമാരെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുൽഹിജ്ജയിലെ 9 ദിവസം നോമ്പെടുക്കൽ ഹബീബായ തങ്ങളുടെ പതിവായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇബാദത്തുകളെ കൊണ്ട് ഹബീബായ തങ്ങളും സജീവമായിരുന്ന സമയമാണത്. അപ്പോൾ ഇന്നും മഗ്‌രിബോട് കൂടെയാണ് അത് കടന്നു വരുന്നത്. മഹാനരായ ജീലാനി റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് ജീലാനി തങ്ങളൊക്കെ അവിടുത്തെ ഓനിയ എന്ന് പറയുന്ന കിതാബുണ്ട്. ആ കിതാബിൽ പറയുന്നുണ്ട്, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ ബഹുമാനിച്ചവന് 10 ഗുണങ്ങൾ അള്ളാഹു നൽകി ആദരിക്കുന്നുള്ളതാണ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ ആരെങ്കിലും ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻക്ക് 10 മഹത്വങ്ങൾ നൽകി ആദരിക്കുന്നുള്ളതാണ്. ഏതാ 10 മഹത്വങ്ങൾ എന്നറിയോ? ഒന്ന്, ആയുസ്സിന് അള്ളാഹു വർദ്ധിപ്പിച്ച് നൽകും. ദുൽഹിജ്ജയിലെ 10 ദിവസങ്ങളിൽ ആരെങ്കിലും ആദ്യത്തെ 10 ദിനങ്ങൾ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ ചെയ്യേണ്ടുന്ന അമലുകളൊക്കെ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ആയുസ്സിന് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. സമ്പത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. 2, കുടുംബത്തിന് അള്ളാഹു വലിയ സുരക്ഷിതത്വം നൽകും. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾ ആദരിച്ചവർ കിട്ടുന്ന. മറ്റൊന്ന്, മഗ്ഫിറത്ത് നൽകും. മറ്റൊന്ന്, ഈ ചെയ്യുന്ന അമലുകളുണ്ടല്ലോ, ബഹുമാനിക്കുക എന്ന അമലുകൾ ചെയ്യാനാണ്. ഈ ചെയ്യുന്ന അമലുകളിലേക്ക് അള്ളാഹു വലിയ പ്രതിഫലം നൽകുന്നുള്ളതാണ്. വർധനയോടുകൂടിയുള്ള പ്രതിഫലം നൽകും. പിന്നെ സക്രാത്തുൽ മൗത്തിൻ്റെ സമയം, മരണത്തിൻ്റെ സമയത്ത് അതിൽ വേദനയിൽ കുറവ് വരുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇരുൾ നിറഞ്ഞ രംഗത്തിൽ വലിയ പ്രകാശം ഉണ്ടാകും. അതിൽ ഈ ദുൽഹിജ്ജയുടെ 10 ദിനങ്ങളിലൊക്കെ ചെയ്യുന്ന അമലുകളിൽ മീസാനിൽ അത് വലിയ ഭാരമാക്കിയിട്ട് അള്ളാഹു പ്രതിഫലിച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഈ വീഴ്ചകൾ, അപകടങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഇതിൽ നിന്നൊക്കെ വലിയ കാവൽ റബ്ബ് സുബ്ഹാനഹു വ തആല നൽകും. അറഫയുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ നമുക്കറിയാം, അറഫ എന്ന് പറയുന്ന ദിനത്തിനുള്ള മഹത്വമൊക്കെ ഇന്നലത്തെ വീഡിയോയിൽ കുറേ ആളുകൾ അതിന് താഴെ കമൻറ്റിൽ എഴുതി. അറഫ എന്ന് പറയുന്ന ആ ദിവസത്തിലെ നോമ്പിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അത് പറയാം. അറഫയിലെ ദിവസത്തെ നോമ്പിന് ബാക്കിയുള്ള ദിവസങ്ങളുടെ നോമ്പിനേക്കാളൊക്കെ ഒരു പവിത്രത ഉണ്ട്. എന്താ അറിയോ? മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വളരെ ഈ ഒരു വാക്ക് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അറഫയുടെ നോമ്പെടുത്ത ആൾ, ആ ആൾ വരാൻ പോകുന്ന ഒരു വർഷത്തെയും കഴിഞ്ഞു പോയ ഒരു വർഷത്തെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഹദീസിനെ ഉദ്ധരിച്ച് ഫിഖ്ഹിൻ്റെ കിതാബുകളുടെ വിശദീകരണം എഴുതിയപ്പോഴൊക്കെ ഇമാമുമാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്, കഴിഞ്ഞു പോയ ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ഒരു ദോഷങ്ങൾ പുറത്തു വിട്ടത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ അതെന്താ? കുറേ മായനകൾ അതിനുണ്ട്. വരാനിരിക്കുന്ന ഒരു വർഷം ദോഷങ്ങൾ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി അവനുണ്ടാവില്ല. അതിൽ മുഹമ്മദ് ഷത്തദമിയാത്തി സയ്യിദുൽ ബക്കീർ റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ യാനത്തു ത്വാലിബീനിൽ രേഖപ്പെടുത്തി വെക്കുന്ന, എനിക്കൊക്കെ നല്ലൊരു സന്തോഷം കിട്ടുന്ന, ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ നല്ലൊരു റാഹത്തിട്ടിരുന്നൊരു വാക്യമുണ്ട്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് വരാനിരിക്കുന്ന ഒരു വർഷത്തെ ദോഷങ്ങൾ പൊറുക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ഒരു വർഷം അവൻ ജീവിക്കണമല്ലോ, എന്നാലല്ലേ ദോഷങ്ങൾ പൊറുക്കാനുള്ളൊരിതുണ്ടാവുള്ളൂ. അപ്പോൾ വരാനിരിക്കുന്ന ഒരു വർഷം അവന് ആയുസ്സുണ്ടാകും, അടുത്ത ഒരു വർഷത്തിന് അവൻ മരണപ്പെടില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് ഇമാമുമാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയൊരു സന്തോഷം നൽകുന്നതാണ്. അപ്പോൾ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വരാനിരിക്കുന്ന ഒരു വർഷം ജീവിക്കുന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും അറഫയുടെ നോമ്പെടുക്കുകയാണെങ്കിൽ ഓനക്ക് മരിക്കാതെ ജീവിച്ചൂടെയെന്ന്. അതിൻ്റെ മറുപടി എന്താ? അതിന് കുറേ മറുപടികളുണ്ട്. നമ്മൾ അതിൻ്റെ മറുപടി മുമ്പ്
പല വീഡിയോസുകളിലും എല്ലാ വർഷവും പറയുമ്പോൾ പറയാറുണ്ട്. നിങ്ങൾക്കൊക്കെ ഓർമ്മയുള്ളവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അത് അറിയാവുന്നവരൊന്ന് എഴുതി അറിയിക്കുകയൊക്കെ ചെയ്തോളി. അതുകൊണ്ട് തന്നെ ഇന്ന് മഗ്‌രിബോട് കൂടെയുള്ള സമയത്ത് നിസ്കാരം പരമാവധി നമ്മുടെ ജീവിതത്തിൽ പകർത്തുക. അത് ടൈം ടു ടൈമിന് തന്നെ നിസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ദിക്റുകളെ കൊണ്ട് ദുആകളെ കൊണ്ട് സജീവമാവുക. നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടുന്ന പ്രധാനപ്പെട്ട അമലുകളൊക്കെ കൊണ്ടുവരിക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങളൊക്കെ ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.